ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇത് ബീറ്റ്റൂട്ട് വേവിച്ചിട്ട് അരച്ചിട്ട് അതിൻ്റെ വെള്ളം എടുക്കുന്നതാണ്. ഈ വെള്ളത്തിലാണ് ഇന്ന് നമ്മൾ പരിപാടി. സോ ഗൈസ്, ഇത്രയും വാട്ടർ കിട്ടിയിട്ടുണ്ട്, ഇത്രയേ കിട്ടിയിട്ടുള്ളൂ. ഇനിയും ഉണ്ട് അരിക്കാനുള്ളത്. ഇത് കുഞ്ഞരിപ്പായിക്കൊണ്ട് കുറച്ച് ലേറ്റാണ്. സോ ഇതൊന്ന് ഞാൻ അരച്ചെടുക്കട്ടെ, അതിന് ശേഷം കാണിച്ചത്. ഒറിജിനൽ ബീട്രൂട്ട് ആയിക്കൊണ്ട് ഇതാ ചോര കളർ എല്ലാം കിട്ടിയിട്ടുണ്ട്, കാണുന്നുണ്ടോ നിങ്ങൾക്ക്? സോ ഇനി നമുക്ക് തുടങ്ങാം. ആദ്യം വേണ്ടത് കുറച്ച് മൈദയാണ്. പിന്നെ നമുക്കിതിലോട്ട് നമുക്ക് എത്രയാണ് വേണ്ടത് അതൊക്കെ ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം. ഗോതമ്പൊടി ഫുൾ കാലി. ആവശ്യത്തിനുള്ള സോൾട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. നേരത്തെ ഉണ്ടാക്കി വെച്ച ഇതാണ് അതിൻ്റെ പൊട്ടാറ്റോ ഫില്ലിങ്. ഇത് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവിൻ്റെ ഉള്ളിലേക്ക് ഫില്ലാക്കുന്നതാണ്. ഇത് ബീട്രൂട്ട് ഉണ്ടാക്കിയ അതേ വെള്ളത്തിലാക്കിക്കൊണ്ടാണ് ഈ കളർ വരാനുള്ള ചാൻസ്. സോ ഇതിലോട്ട് ഇനി ഞാൻ ഒരു ഉള്ളി പിന്നെ കുറച്ച് സാധനങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരാം. ഇതിലോട്ട് 2 ഉള്ളി ചെറുതായിട്ട് കട്ട്, ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾ, പിന്നെ കാശ്മീരി ചില്ലി ആവശ്യത്തിന്, പിന്നെ ഗരം മസാല. ഇതിലോട്ട് ആവശ്യത്തിനുള്ള സോൾട്ടും ഇട്ട് കൊടുക്കണം. പിന്നെ ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കാണിച്ചു തരാം. യൂസ് ചെയ്യുന്നത് മൈദപ്പൊടിയാണ്. നിങ്ങൾക്ക് ഗോതമ്പൊടി വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. സോ കാണിച്ചു തരാം. ആദ്യത്തിന് ഒരു ഡോസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ അകത്തോട്ട് ഫില്ലിങ്സ് ഇട്ട് കൊടുക്കണം. ഇതൊന്ന് ക്ലോസ് ചെയ്യണം. സോ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം ഇതൊന്ന് പരത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഉണ്ടാക്കുന്നത് പോലെ തിന്നായിട്ട് ഉണ്ടാക്കാതെ ഇതുപോലെ ഏകദേശം തിക്കായിട്ട് വേണം ഉണ്ടാക്കാൻ. എന്നിട്ട് ഇത് നമ്മൾക്ക് പാനിലോട്ട് ഇടാം. ഇതുണ്ടാക്കേണ്ട രീതി വെച്ചാൽ നന്നായി ചൂടായ പാനിലോട്ട് കുറച്ച് ഓയിലിൽ ബട്ടർ ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം അതിലോട്ട് നമ്മൾ പരത്തി വെച്ച മാവ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഓയിലിൽ ബട്ടർ നന്നായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 2 മിനിറ്റ്സ് ആയപാട് തിരിച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിലോട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സോ ഇവിടെ നമ്മൾ ടേസ്റ്റ് ആയിട്ടുള്ള ബീട്രൂട്ട് ആലു പറാത്ത റെഡി ആയിട്ടുണ്ട്. സോ അമ്മയായി ക്രിസ്പായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതേപോലെ തന്നെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ. സോ നല്ല അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യാം. പിന്നെ ഞാൻ ഇവിടെ ആദ്യം ഒന്ന് ചുട്ടിട്ട് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ കാണുക ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഞാൻ നല്ല വെന്തിട്ട് നല്ല പൊട്ടാറ്റോസിൽ നല്ല സ്മാഷ് ചെയ്ത് നല്ല വെന്ത് നല്ല ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം പറയണം. സോ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഇതേപോലത്തെ വെറൈറ്റി ഡെലീഷ്യസ് ഡിഷുമായി വീണ്ടും കാണാം. അതുവരെക്കും ബൈ.